ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ തക്കാളി പൊട്ടിച്ച മത്തിക്കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിലേ തന്നെ പറയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തിക്കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നാൽ ശരി, ഞാൻ വേഗം പോയി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ മത്തിയെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണമെങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 10 വെളുത്തുള്ളി അല്ലി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 200 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് വേകുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ട് കിട്ടും. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഇപ്പം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയാണ്. കൂടെ തന്നെ അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് കൂടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് പുളിയാണ്. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പുളി വേണ്ട, ഒരല്പം മാത്രം പുളി മതിയാവും. കൂടെ തന്നെ ഒരു 2 തക്കാളിയും കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം. ഈ ഒരു രീതിയിൽ വേണം തക്കാളിയെല്ലാം വെന്തിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇപ്പോൾ 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലിയാണ്, അതിൻ്റെ പേരിൽ കുറച്ച് എരിവ് കുറവായിരിക്കും. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതാണ്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ അതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ട് കിട്ടണം. അതുവരെയും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. എപ്പോഴും മസാലയൊക്കെ വറുക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വറുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയും കൂടി മാറ്റാം. ഇനി നമുക്ക് ഈ തക്കാളിയും മസാലകളും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് അത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുകയാണ്. എത്ര വെള്ളം ചേർത്താലും നല്ല കട്ടിയായിട്ട് തന്നെ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒരല്പം പോലും തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് ഏത് ചട്ടിയിലാണോ വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, എത്ര വെള്ളം ഒഴിച്ചാലും നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ കറിയെല്ലാം ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. നല്ലൊരു മണമൊക്കെ ഇപ്പം തന്നെ വരണുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എപ്പോഴും മീൻ കറി വെക്കുമ്പോഴത്തേക്കും കറി തിളച്ചതിന് ശേഷം മാത്രം മീനിടുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിന് ശേഷം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊരു 5 മിനിറ്റ് അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കറിയും വറ്റിപ്പോകും. ആ നെയ്യൊന്നും ഇങ്ങനെ എണ്ണയൊന്നും ഇങ്ങനെ തെളിഞ്ഞിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോലെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളി പൊട്ടിച്ച മത്തിക്കറി നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മണം തന്നെ നോക്കിനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണിത്. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളെപ്പോഴും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും.
നമ്മളിപ്പോൾ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. അങ്ങനെ 2 ദിവസം വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്കൊന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. പിന്നെന്താണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.